ഹലോ, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമായിരിക്കും. കാരണം വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെ, അങ്ങോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്ന് പറയുന്ന വരിക്കാശ്ശേരി മനയിലേക്ക്. ഒരുപാട് ദൂരമുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ ഇതുവരെ അവിടെ പോയി കണ്ടിട്ടില്ല. ശരിക്കും നമ്മൾ അങ്ങനെയാണല്ലോ, അടുത്തുള്ളതൊന്നും പോയി കാണില്ല. കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ നമ്മൾ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള പഴഞ്ചൊല്ല് വളരെ അർത്ഥവത്തായ കാര്യമാണ്. നമ്മൾ വളരെ അടുത്താണ്, എന്നിട്ട് പോലും ഇതുവരെ പോയി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ഒറ്റപ്പാലം വരെ ശരിക്കും പോകാനും റൂട്ട് അറിയും. പിന്നെ എങ്ങോട്ടാണ് ശരിക്കും ഇത് പോകേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടോ ഇത് അവിടെ എത്തിയത്. ഇത് കണ്ടോ, ഏകദേശം ഇതിൻ്റെ ഒരു തുടക്ക ഭാഗമുണ്ട് അങ്ങോട്ട്. ഈ ഭാഗത്ത് പഴയ പണ്ടത്തെ കടകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇതുപോലെ പോക്കറ്റ് റോഡിലേക്ക് പോകണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം വലുപ്പമുള്ള വീതിയിലുള്ള റോഡ് തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു അമ്പലം കാണാം. ഈ അമ്പലം കാണുമ്പോൾ ഞാൻ പല സിനിമയിലും കണ്ട പരിചയമുണ്ട്, പക്ഷെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയപ്പോൾ എന്താ ഗതിയെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടന്നു പോവുമായിരിക്കും എന്നാണ് ചിന്തിച്ചത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ, നല്ല കണ്ണിന് കുളിർമയേകുന്ന സ്ഥലം എന്ന് പറയില്ലേ, അങ്ങനെ നല്ല ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലം. അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. പക്ഷേ അവിടെ ഒരാൾ പറഞ്ഞു, ഇവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഫൈന് കിട്ടും, ഇവിടെ എല്ലാം പാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാർ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഭാഗം കേട്ടോ. നല്ല തിരക്കുണ്ട്, ഓണായതുകൊണ്ടാണ് തോന്നുന്നു. ഇത് കണ്ടോ, വരിക്കാശ്ശേരി മന എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ലേ, ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗം. ഇത്രയും തിരക്ക് ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് മുന്നേ പോയവർ പറഞ്ഞിട്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല. പറഞ്ഞിരുന്നത് ഓണായതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രവേശന സമയം 9 to 5 വരെയാണെന്നാണ് തോന്നുന്നത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രവേശന ഫീസ് ഉണ്ട്, 30 രൂപയാണ് ഒരാൾക്ക്. വലിയവർക്ക് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കില്ല. ഞങ്ങളങ്ങനെ 60 രൂപ കൊടുത്തു 2 പേർക്ക്, കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ കാണുന്ന സ്റ്റെപ്പ് 6-ാം തമ്പുരാൻ സിനിമ കണ്ടവർക്കറിയാം അതേത് ഭാഗത്താണെന്നുള്ളത്. അതിന് കുറച്ച് പേര് പറയാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വരിക്കാശ്ശേരി മനയുടെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടോ, ഒരുപാട് പേരുണ്ട്. അത്രയും പേര് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ വന്നവരാണെന്ന് തോന്നുന്നു. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടും. അതിനകത്ത് തന്നെ പാർക്ക് ചെയ്ത് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്ത് ഫൈന് കിട്ടും, അകത്ത് തന്നെ വന്ന് പാർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച വരിക്കാശ്ശേരി മന നമ്മുടെ മുന്നിൽ. നമുക്കിങ്ങനെ കാണുമ്പോൾ നടന്നു പോകുമ്പോൾ ഓരോ സിനിമയിലും കണ്ട ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രാപ്പകൽ എന്ന സിനിമയിൽ ഇതിൻ്റെ ഭൂരിഭാഗം ഇതിന് മുറ്റൊക്കെ നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ് കയറി അകത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. ഈ കസേരയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വാതിലൂടെ പോവാതെ ഇതിൻ്റെ സൈഡിലുള്ള ഈ വാതിലൂടെ അകത്ത് പോകാൻ കരുതി ചെരുപ്പ് പുറത്ത് ഊരി വെച്ചിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതാ ഫസ്റ്റ് ഈ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ശരിക്കും ഏതാണെന്ന് നമുക്കറിയില്ല. കഥാനായകനുണ്ട്, പിന്നെ രാപ്പകൽ, അതുപോലെ 6-ാം തമ്പുരാൻ, ദേവാസുരം, രാവണപ്രഭു, ഒരുപാട് സിനിമ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തെത്തുമ്പോൾ ഇത് കണ്ടു, ഇങ്ങനെ ഇവിടേക്ക് എത്തും, നടുമുറ്റം. ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇങ്ങോട്ടെത്താൻ സാധിക്കും. എല്ലാ റൂമിൽ നിന്നും ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും, മുകളിൽ നിന്നും താഴെ നിന്നും കാണാൻ സാധിക്കും. അവിടെ എത്തിയപ്പോൾ അവിടെ ഫുൾ തിരക്ക്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നമ്മളെ പോലെ തന്നെ എല്ലാവരും അതിനുവേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് മറ്റൊരു വാതിലൂടെ അകത്ത് കയറി. ഇത് കണ്ട ഇവിടെയൊക്കെ തിരക്കാണ്, ശരിക്കും എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. അങ്ങനെ നമ്മൾ പോകുന്നത് അടുക്കള ഭാഗത്ത് കേട്ടോ ഇതെത്തുന്നത്. ആ പണ്ടത്തെ അടുപ്പൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആ ഭാഗത്തുള്ള ജനലാണിത്. ഇവിടുന്ന് പുറത്ത് നോക്കിയാൽ അതിൻ്റെ ബാക്കിലേക്ക് കാണാൻ സാധിക്കും. ഈ അടുപ്പിൻ്റെ ഭാഗത്തായിട്ട് അവിടെ ഒരു റൂമുണ്ട്, അവിടെ ഇതുപോലെ വിറകും കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഇത് പുറത്തേക്ക്, അടുക്കള ഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ളൊരു ഭാഗമാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ പോകുന്ന ഭാഗം പല സിനിമയിലും കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കാവൽക്കാരൻ എന്താ കിടന്നുറങ്ങുന്നത്, യാതൊരു പ്രശ്നമില്ല. ആറാം തമ്പുരാൻ സിനിമയിലും 5 വരിൽ വെള്ളം കോരുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ ഭാഗമല്ല, നേരെ ഓപ്പോസിറ്റ് 2 ഭാഗത്തു നിന്ന് വെള്ളം കോരാൻ സാധിക്കും. ഇതിൽ വെള്ളമുണ്ട് ഇപ്പോഴും. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ്. ഈ ഒരു അടുക്കള നിങ്ങൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, രാപ്പകലിൽ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ഭാഗത്തു നിന്നാണ് അവർ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്ന മമ്മൂട്ടി. റിച്ചുവിന് മുകളിൽ കയറിയിട്ട് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ പറഞ്ഞു അതിന് മുകളിൽ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ വേറൊരു അടുപ്പ് കണ്ടു. ഇത് വേറൊരു അടുപ്പാണ്, 2 അടുക്കളയാണ് കേട്ടോ. അങ്ങനെ അച്ചു മുകളിൽ കയറിയിട്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. തേങ്ങയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ആട്ടുകല്ല് നല്ല പരിചയമുണ്ടാവും. രാപ്പകലിൽ മമ്മൂട്ടി അരി ആട്ടുന്നുണ്ട്. അത് ഇതാണെന്ന് ഞാൻ കരുതുന്നു, ആയിരിക്കും. എന്താ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ആറാം തമ്പുരാൻ്റെ 5 വരിൽ വെള്ളം കോരുന്നത്. മറ്റേ ഭാഗത്തോ 2 ഭാഗമുണ്ട് ആ കിണറിന് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ ഭയങ്കര തിരക്കിയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോയി. പക്ഷെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 3 വർഷമായിട്ടും ഈ മനക്കായ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ നിലനിർത്തുന്നുണ്ടെന്നാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് കയറി ഇതുപോലെ വലിയ ഒരു 10 നമ്മൾ ഐറ്റംസ് പായ അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കുന്ന തട്ട് പോലെ ഉണ്ട് മുകളിലായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലും ആ നടുമുറ്റം കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഏത് ഭാഗത്ത് നോക്കിയാലും ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെത്തും. അതുപോലെ ഏതൊരു ഭാഗത്തു നിന്നും അകത്ത് പുറത്തേക്കും ഇറങ്ങാനുള്ള വഴി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അച്ചും കൂടി മറ്റൊരു ഭാഗത്തേക്ക് പോയി. അവിടെ ഇതേപോലെ ഇങ്ങനെ വലിയൊരു ഹാളുകൾ, വലിയ വലിയ റൂമുകളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല, ഈ താഴത്തെ നില മാത്രം കാണാൻ സാധിക്കുള്ളൂ. ആളുകൾ വന്ന് ബുദ്ധിമുട്ടായത് കൊണ്ട് എന്താണെന്നറിയില്ല, അത് അടച്ചിട്ടുണ്ട്. ഇത് കണ്ടത് മറ്റൊരു ഭാഗമാണ്. ഇതും നേരെ നമ്മളെ നടുമുറ്റം കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തുനിന്ന്. ഇത് കണ്ട ജനൽ, ഇവിടുത്തെ ഓരോ ജനൽ നമ്മുടെ വാതിലിൻ്റെ അത്രയും വലുപ്പമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാതെ കരുതി. തിരക്കൊഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കൽ എന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു തറയും ഇതുപോലെ ഈ ഒരു ചുറ്റുഭാഗമൊക്കെ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും കാണാൻ സാധിക്കും. അതുപോലെ മാടമ്പി എന്ന സിനിമയിൽ പാട്ടൊക്കെ ഇതിവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ട 3 നിലയുണ്ട്, പക്ഷേ അവിടേക്കൊന്നും കയറാൻ സാധിക്കില്ല. ഈ ഒരു ചുറ്റും മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. ഇവിടെ മഴക്കാലത്ത് വരെ നല്ല ഭംഗിയിരിക്കും. വരാൻ ഇവിടെ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. മഴ പെയ്യുന്നതും ഇവിടെ ഇരുന്ന് കാണാം. അച്ചുവിന് ഈ നടുമുറ്റം മൊത്തത്തിലൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് നടക്കാൻ പോയിരിക്കണം അങ്ങോട്ട്. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ നടക്കില്ല, കാരണം കേട്ടോ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. നമ്മളും അതിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ മെയിനായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ വാതിലൂടെയാണ് അകത്ത് വരേണ്ടത്, പക്ഷേ തിരക്ക് കൊണ്ട് നമ്മൾ നേരെ അപ്പുറത്തെ വാതിലൂടെ പുറത്ത് വന്നു. കണ്ട ഈ തൂണുകളൊക്കെ കാണാൻ എന്താ ഭംഗി. നമ്മുടെ ആറാം തമ്പുരാനിൽ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ മോഹൻലാൽ പാട്ട് കച്ചേരിയൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതൊക്കെ ഈ ഭാഗത്തു നിന്നാണ്. നമ്മളിവിടെ വന്നിട്ട് ഒന്നുകൂടി നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇവിടേക്ക് ഏതൊക്കെ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. ഭയങ്കര തിരക്കാണ്, ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരാൾ മാറിയിട്ട് അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ കസേരയിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ അതിനേക്കാളും തിരക്കാണ്. നമ്മളകത്ത് കയറുമ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഈ മനക്ക് 2 പത്തായപ്പുരയുണ്ട്. പത്തായപ്പുര ആ ഭാഗത്ത് കാണുന്ന ഒന്നാണ്. അത്രയും വലിയ പത്തായപ്പുര എന്ന് ആലോചിക്കുവാൻ തന്നെ വയ്യ. അപ്പോൾ എത്ര ആളുകൾ താമസിച്ചിരുന്നൊരു വീടാണെന്ന് ആലോചിക്കാനും വയ്യ. എന്ത് രസമായിരിക്കുമല്ലോ ഇവിടെ അത്രയും ആളുകൾ താമസിക്കുമ്പോഴൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു പത്തായപ്പുരയിലേക്കാണ്. ഇതിന് മുകളിലേക്ക് പിന്നെ കയറാനൊന്നും പറ്റില്ല. പിന്നെ ഈ ഒരു മാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഊഞ്ഞാല കെട്ടിയിട്ട് രാപ്പകൽ സിനിമയിൽ കടന്നുണ്ട്. പിന്നെ ഈ അച്ചുവിന് കുറച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവളെ കുറച്ച് ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ റിച്ചു മാവിൻ്റെ മുകളിൽ കയറി അവനക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു.
അവൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ വേറെ ആളുകളും ഇതേപോലെ ഫോട്ടോ എടുക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അവിടെ തേന് വിൽക്കുന്ന ആളുകളുണ്ടാവും. അധികം വരുന്നില്ല, കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ പറയും അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാണിച്ചു തരും. ഈ ഭാഗത്തുണ്ട് കുറച്ച് മുണ്ടുകളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ നമ്മൾ ഇതടുത്ത സ്റ്റെപ്പ് കയറി പോകാനാട്ടോ. സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ സ്റ്റെപ്പ്, 6-ാം നമ്പൂതിരിയിൽ മഞ്ജു വാര്യർ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് 2-3 സ്ത്രീകളൊക്കെ അവിടെ വരുന്ന സമയത്ത് ചീത്ത പറയുന്നില്ലേ, അത് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടാണ് ചീത്ത പറയുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ സ്റ്റെപ്പ് തന്നെയുണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഇത് നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏതാണെന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ഭാഗത്ത് മുകൾക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അവിടെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ കയറിയിട്ടില്ല. എല്ലാവരും ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗം പല സിനിമയിലും ഓർമ്മയുണ്ടാവും. രാപ്പകലിൽ മെയിനായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് വീട് ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്ത് ഈ വരാന്തയിൽ ഇരുന്നിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ നല്ലൊരു കാഴ്ചയാണ്. നമ്മുടെ മനയും ആളുകളും മുറ്റൊക്കെ നേരെ കാണാൻ സാധിക്കും. എല്ലാവരും ഈ ഒരു ഭാഗത്തു നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. ഞങ്ങളും ചെന്നു ഈ ഒരു ഭാഗത്തു നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് നേരെ കാണാൻ സാധിക്കും മനയും എല്ലാം നല്ല ഭംഗി. അവിടത്തേക്കാൾ ഭംഗി എനിക്ക് ഇവിടെ വന്നിട്ടാണ് തോന്നിയത്. പിന്നെ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിൽ ഏതോ ഒരു റൂമിലാണ് മമ്മൂട്ടി രാത്രി ചീത്ത പറയുന്നുണ്ടല്ലോ രാപ്പകലിലങ്ങോട്ട്. ഈ ഒരു ഭാഗത്ത് ഏതോ റൂമിലാണത്. പിന്നെ നമ്മൾ പോകുന്ന ഈ ഒരു ഭാഗം പലവർക്കും ഓർമ്മയുണ്ടാവും. എൻ്റെ ഓർമ്മയിൽ ഏതാണെന്ന് വെച്ചാൽ കഥാനായകൻ എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ സിനിമയിൽ KPC ലളിത ലാസ്റ്റ് എന്താ സ്വർണ്ണം എന്തെടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയില്ലേ, ആ ഒരു സ്റ്റെപ്പാണെന്ന് തോന്നുന്നത്. ആണോ എന്നൊന്നും അറിയില്ല. ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കയറി പോകുക. ശരിക്കും ഇത് മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പാട്ടോ, താഴത്തേക്ക് ഇറങ്ങി പോകുന്ന സ്റ്റെപ്പല്ല തോന്നുന്നു. അച്ചു ഇറങ്ങി, പിന്നാലെ ഞാനും പതുക്കെ ഇറങ്ങി. കുഴപ്പമൊന്നുമില്ല, പതുക്കെ ഇറങ്ങിപ്പോയാൽ മതി. ശരിക്കും ഇത്രയും വർഷമായിട്ട് യാതൊരുവിധ കേടും ഈ ഒരു ഇതിനില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ആ സിനിമയിൽ KPC ചേച്ചി പറയുന്നുണ്ട് താഴെ ഇറങ്ങിയിട്ട് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് വെറുതെയാണ്, കാരണം ഇതൊരു റൂമിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അവൾ താഴെ എത്തിയിട്ട് മുകളിലേക്ക് നോക്കുകയാണ്, നമ്മൾ 3 സ്റ്റെപ്പ് ഇറങ്ങി പോന്നിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ അച്ചുവിന് ആഗ്രഹം അവൾക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ ഇവിടെ താഴെ നിന്ന് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് അവൾ ഇറങ്ങി പോന്നു. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന മറ്റൊരു സ്ഥലത്ത് കേട്ടോ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ഇവിടേക്ക് പ്രവേശനമില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആരും പോകുന്നില്ല. ഇത് ഏത് ഭാഗമാണെന്നൊന്നും എനിക്കറിയില്ല, ഇനി ഏത് സിനിമയിലുള്ളതെന്നും എനിക്കറിയില്ല. ഇവരൊക്കെ ഇവിടെ നിന്ന് വരുന്ന അറിയോ, നമ്മളങ്ങോട്ടാണ് പോകുന്നത്. അതെ, അവിടെ നിന്ന് കാണാം കേട്ടോ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്ന ഒരു ഭാഗം കണ്ടോ, അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം ഇവിടെ നിന്നാ തോന്നുന്നു, എനിക്കറിയില്ല. 6-ാം നമ്പൂതിരിയിൽ ഫസ്റ്റ് മഞ്ജു വാര്യർ കാണുന്നില്ലേ, കാവിലെ ഭഗവതി അങ്ങനെ ഒരു ഡയലോഗില്ലേ, അത് ഇവിടെ നിന്നാണെന്ന് ഞാൻ തോന്നുന്നു, എനിക്കറിയില്ല. ഇനി മറ്റൊരു ഭാഗമുണ്ട്, അവിടെ നിന്നാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ ഡയലോഗ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തോ ഒരു ചുറ്റമ്പലത്ത് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഡയലോഗില്ലേ, അതിന് ഈ ഒരു ഭാഗത്തു നിന്നാണോ നേരത്തെ കണ്ട ഭാഗത്തു നിന്നാണെന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുളമാണ്. ഈ കുളം പല സിനിമയിലും കുളിക്കുന്ന സീനും മദ്യപിക്കുന്ന സീനൊക്കെ ഈ കുളക്കരയിലൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് സിനിമയിലുണ്ട്. പിന്നെ നമ്മൾക്ക് അതിനകത്ത് കയറാനൊന്നും പ്രവേശനമില്ല, അവിടെയൊക്കെ ലോക്ക് ഇട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന ഭാഗത്തോളൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് അവിടെ ഒരു ഗേറ്റ് ഇട്ട് പൂട്ടിയിട്ടുണ്ട് അവരവിടെ. എങ്കിലും അവിടെ വരെ പോയിട്ട് നമ്മുടെ ഫോണൊന്നകത്ത് വെച്ചിട്ട് സൂം ചെയ്ത് നോക്കാം. ശരിക്കും ഇത് പൂട്ടിയിട്ട് നന്നായി, ഇല്ലെങ്കിൽ വല്ലവരും എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കണ്ടോ, ആ ഒരു ഭാഗം പല സിനിമയിലും കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ഈ ആ കാണുന്ന ഭാഗം മറച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഷീറ്റിട്ട ഭാഗം.
ആദ്യം ഇവിടെ വന്നവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നടക്കാൻ പറ്റിയിരുന്നു അവർക്കൊക്കെ ഇത്. പക്ഷെ ഇപ്പോൾ അത് ആളുകൾ വന്ന് തിരക്ക് കാരണം ഇതൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് കയറുകയാണ്. ആ ഭാഗത്തേക്ക് ഇനി പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ മലയുടെ ഉള്ളിൽ കയറിയപ്പോൾ കാറ് പാർക്ക് ചെയ്യുന്ന ഭാഗം കണ്ടിരുന്നില്ലേ, ജനലിൽ കൂടി നോക്കിയപ്പോൾ ആ ഒരു ഭാഗമാണിത്. ഇവിടെയും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടിരിക്കുകയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആരും തിരിച്ചു പോകുന്നത് കാണാനില്ല. 1-2 പേര് മാത്രമേ തിരിച്ചു പോകുള്ളൂ. ബാക്കിയുള്ളവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾക്ക് അവിടെ ഇരുന്നിട്ട് മനയും പത്തായപ്പരി ഒന്നിച്ചുള്ളൊരു ഫോട്ടോ കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ്. മന ഒക്കെ കൃത്യമായിട്ട് കിട്ടും, പക്ഷെ പത്തായപ്പുര മാവ് കാരണം ശരിക്കും കിട്ടില്ല. അങ്ങനെയൊക്കെ ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഒരുപാട് നാളായിട്ട് കാണുന്ന ആഗ്രഹിച്ച സ്ഥലത്തായിരുന്നു. വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എസ്പെഷ്യലി നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ തൊട്ട് തന്നെ ആയിട്ടും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആ സങ്കടമൊക്കെ ഇപ്പോൾ ഒന്ന് ശരിയായിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞ വല്ല ഭാഗങ്ങൾ തെറ്റാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ, ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും ക്യൂ ആയിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനിയും ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവിടെ നിന്ന്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.